എനിക്ക് വെറുതെ ഇരിക്കാനൊന്നും ഇഷ്ടമുള്ള ഞാൻ പറഞ്ഞുതരാം. ഉറക്കം. ഞാൻ ഉറങ്ങും. ഉറക്ക വീരത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അമ്മച്ചോ പായലത്തിനിടയ്ക്ക് വരും. പാല് ഞങ്ങളുടെ എന്തോ ഒരു സ്ഥലം ചേർത്ത് വരുമ്പോഴത്തേനും ഒരു ഇത്രയുള്ള സ്ഥലം അവിടെ കിടക്കവരൊക്കെ പറ്റില്ല. അവിടെ കായും തലയൊക്കെ പുറത്തേട്ട് അവിടെ കിടന്നുറങ്ങുന്നത്. പാല് പറയാം ഐ ആം സോ ജലസ് ഓഫ് ഇത്. എങ്ങനെയാണ് ഇങ്ങനെ എല്ലായിടത്തും കിടന്നുറങ്ങുന്നത്? മഹേഷിന്റെ ആയിരുന്നത് കൊണ്ട് ഇത്രയ്ക്കൊന്നും സമയം ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു റിസർച്ച് എന്നുള്ള രീതിയിലെങ്കിലും നമുക്ക് കുറച്ച് സമയം നേരത്തെ സ്ക്രിപ്റ്റ് തരിക, അത് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സ്പേസ് തരിക, അതെനിക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന്. എനിക്ക് തോന്നുന്നു ഡോണിന്റെ ആണെങ്കിൽ പോലും അതും പെട്ടെന്ന് വന്നതാണെങ്കിലും അവിടെയും ആ ഒരു സ്പേസ് ഉണ്ട്. ഈ ആളോട്ട് നല്ല രസമായിട്ട് കൂട്ടാവുന്ന എന്തൊരു സ്ഥലമുണ്ട്, എന്തോ ഒരു സ്പേസ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് തോന്നുകയും അങ്ങനെ മിണ്ടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ദിവസമാണ് കനി നമുക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് പോകണം പറയട്ടെ. നമുക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് പോകണം ദിവ്യ പറയാണ്. ഞങ്ങൾക്ക് അറിയാം ചിലപ്പോ. അപ്പൊ ഞാൻ അത്രക്കില്ല നമ്മുടെ ഒരു ഇമോഷണൽ കുഞ്ഞു കാര്യമാണത്. നിങ്ങൾ പോലും അറിഞ്ഞില്ലെങ്കിലും കേരളത്തിൽ അങ്ങനെ ഒരു സംസാരമുണ്ട്. കേരളത്തിന് പുറത്തില്ല. 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ നിന്ന് ഒരു സിനിമ കാൻസ് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിലെ പാം ദിയോർ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് പോകുന്ന എൻട്രി ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നമ്മുടെ സ്വന്തം കനിയും ദിവ്യപ്രഭയാണ് നമ്മളോടൊപ്പം ഉള്ളത്. പ്രത്യേകിച്ച് ഒരു ഇൻട്രോ ഇങ്ങനൊരു വിഷയമായത് കൊണ്ട് കുറച്ച് ഫോർമൽ ഇൻട്രോ ഇല്ലാതെ പറ്റില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ സിനിമ 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു കാറ്റഗറിയിലേക്കും ഇന്ത്യയിൽ നിന്നൊരു സിനിമ പോകുന്നത്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട 3 കഥാപാത്രങ്ങളിൽ 2 കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ നിങ്ങൾ ഷോൾഡർ ചെയ്യുന്നൊരു കഥ ഇങ്ങനൊരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിലേക്ക് പോകുന്നു, അതും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ അത് തരുന്നൊരു ഭീകര ഹൈയില്ലേ? അതെങ്ങനെയാ ഇപ്പൊ തോന്നുന്നത്? എങ്ങനെയാ? സന്തോഷമുണ്ട്. കാരണം ഇത്രയും വർഷത്തിന് ശേഷം പോകുമ്പം അതൊരു വേറൊരു തരം ഹൈ എന്തെങ്കിലും സന്തോഷമുണ്ട്. ഇത് അങ്ങനെ ഒരു പടത്തിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അതെനിക്കറിയാം. പായലിത് ഞങ്ങൾ രണ്ടോട് ഒരുമിച്ച് പറഞ്ഞപ്പോ വീഡിയോ കോൾ അറിവേ ദിവ്യ. അപ്പൊ ഞാൻ എന്റെ അമ്മ ഞാനും അല്ല, നമ്മള് മലയാളികൾ പൊതുവേ കുറച്ച് എനിക്ക് അറിഞ്ഞൂടാ, നമ്മൾ കുറച്ച് എക്സ്പ്രസ് ചെയ്ത് ചിലത് കുറച്ച് കുറവാണല്ലോ. ഈ ബോംബെക്കാരും അങ്ങനെയല്ല, ദിവ്യ ആണ് പിന്നെ എന്നെക്കാൾ ഇത്തിരി കാണിക്കുന്ന ആള്. അപ്പൊ ഞാൻ ഇപ്പൊ ദിവ്യ എന്റെ അത്രയും പോലും കാണിക്കില്ല, ദിവ്യ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ പായൽ guys you are not excited. അപ്പൊ ഞങ്ങൾ we are excited but we can't able to എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പൊ ഞങ്ങൾ ഞാൻ എന്റെ ദൈവമേ പാവം പായൽ അങ്ങനെയായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞാലുണ്ടല്ലോ പായൽ കപാടിയ എന്ന് പറയുന്ന ഡയറക്ടർ, ഇപ്പം ശരിക്കും പറഞ്ഞാൽ അവരുടെ തൊട്ട് മുമ്പത്തെ വർക്ക് ഈ പറയുന്ന ഡോക്യുമെന്ററി 2021 ക്യാൻസൽ ഗോൾഡൻ ഐ വിൻ ചെയ്തൊരു ഡോക്യുമെന്ററി ആണ്. അപ്പൊ ശരിക്കും നിങ്ങൾ ഈ പടത്തിലേക്ക് എൻ്റർ ആവുന്ന സമയത്ത് നിങ്ങളെ ഏറ്റവും വലിയ കോൺഫിഡൻസ് ഈ ഡയറക്ടർ ആയിരുന്നു? എന്താ ഈ എൻട്രി ചെയ്യുന്ന എങ്ങനെയാണ് പടത്തിലേക്ക്? ഞാൻ എൻ്റർ ചെയ്യുന്നത് എന്നെ എന്താ പറയാ ഇതിൽ EP ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്രണവുണ്ട്. പ്രണവ് കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അറിയിപ്പ് എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ട് ആക്ച്വലി കനി ഇതിൽ ചെയ്തിരിക്കുന്ന പ്രഭ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടിയാണ് എന്നെ ഓഡീഷന് വേണ്ടി വിളിക്കുന്നത്. പക്ഷെ അത് ഞാൻ ഇവിടെ ഒരു റൗണ്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ബോംബെയിൽ അവിടെ പോയി പേഴ്സണലി പായലിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പായലിന് എന്തോ ഈ ഒരു യങ് നേഴ്സ് ആയിട്ടുള്ള ക്യാരക്ടർ ഒന്ന് ട്രൈ ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാനത് ട്രൈ ചെയ്തു. അങ്ങനെയാണ് ഞാനിതിൽ എൻ്റർ ആവുന്നത്. പിന്നെ ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള FTA എനിക്ക് വേറെ അങ്ങനെയൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ പ്രഭ എന്നുള്ള ക്യാരക്ടറിന്റെ പേര് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ദിവ്യപ്രഭയായിരിക്കും. ഇതിന് കുറെ ഇതുണ്ട്. പായൽ FTയിൽ പഠിക്കുമ്പോഴേ ഈ കഥ എഴുതി തുടങ്ങിയതാണ്. അന്നപ്പോ പായൽ എന്നെ ഒരിക്കൽ വിളിച്ചിരുന്നു. ഒരിക്കലല്ല, ആക്ച്വലി ഞങ്ങൾ കുറെ നാളായിട്ട് ഇങ്ങനെ ഇൻ ടച്ച് ഉള്ള ആളാണ് എനിക്ക് പായല്. ഞാൻ ചെയ്ത എന്തൊക്കെ ഷോർട്ട് ഫിലിം ഒക്കെ കണ്ടിട്ട് എന്തോ ഇഷ്ടമായിട്ട് ഞങ്ങൾക്കൊരു കോമൺ ആയിട്ട് അറിയാവുന്ന ഒരാളടുത്ത് നമ്പറൊക്കെ തപ്പിയിട്ട് എന്നെ കുറെ എന്ന് വെച്ചാൽ ഞാനിത് ഈ സീരിയൽ ചെയ്യുന്ന സമയത്ത് ശരിക്കും പായൽ വിളിച്ചിട്ട് അന്നിങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ ഒരു മലയാളി നേഴ്സുകളുടെ ഒരു കഥ എഴുതാണ്. അന്നപ്പൊ ഇപ്പൊ ദിവ്യ ചെയ്യണ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് എന്നെ വിളിക്കണേ. അന്ന് ഞാൻ കുറച്ചുകൂടെ ചെറുപ്പമാണ്. അപ്പൊ പറഞ്ഞു കനി അത് ചെയ്യൂ, ഇങ്ങനെ അതായിരിക്കും കുറച്ചുകൂടെ എനിക്ക് കാണാൻ ഇഷ്ടം, കനി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പായൽ എന്ന് പറഞ്ഞു. പായൽ എനിക്ക് അന്നത്തെ സ്ക്രിപ്റ്റ് അയച്ചു തന്നിരുന്നു. അപ്പൊ അത് വായിച്ചു എന്ന് പറഞ്ഞു. ഇത് കുറെ കാര്യങ്ങൾ എനിക്ക് ഇനിയും ശരിയാക്കാനുണ്ട് ഇതില്. അന്നപ്പോ ഞാൻ വായിച്ചു, നമുക്ക് അടുത്ത വർഷമൊക്കെ ചെയ്യാം എന്ന് പറയണ ഇരിക്കണേ.
ആ സമയത്ത് പായൽ ഈ വേറെ സാധനങ്ങൾ ചെയ്യുമ്പോൾ അതുകൊണ്ട് കനി ഞാൻ വേറൊരു സാധനം എഴുതി അതിനെ പ്രപ്പോസൽ എഴുതിയപ്പോൾ എനിക്കത് കിട്ടി എൻ്റെ ഗ്രാൻഡ്. അപ്പം ഞാൻ അത് ചെയ്യാൻ പോകണം. ഞാനിപ്പോൾ ഫ്രാൻസിലാണ്. മേ ബി ആഫ്റ്റർ 2 years വിൽ ബി ഏബിൾ ടു ഡു. ഇങ്ങനെ ഓരോ തവണ അത് മാറി മാറി ഇപ്പോൾ ഇത്ര നാൾ കഴിഞ്ഞിട്ട് വീണ്ടും പായൽ കഴിഞ്ഞ വർഷമല്ല, കഴിഞ്ഞ വർഷം 2022 ഓഗസ്റ്റിലാണ് എന്നോട് വീണ്ടും അത് ഓൺ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഇനി മറ്റേ ക്യാരക്ടർ ചെയ്യാം. എന്തായാലും ഇവർ തമ്മിലും അന്നും എന്നോട് പറഞ്ഞിരുന്നു അന്ന് എനിക്ക് 30 വയസ്സെന്തോ ആയിരുന്നു. അപ്പം വേണമെങ്കിൽ ഈ ഇപ്പം ഞാൻ ചെയ്ത ക്യാരക്ടറും ചെയ്യാം, അതിനേക്കാളും 6-7 വയസ്സ് മൂത്താണ്, പക്ഷെ എന്നാലും അത് ചെയ്യാം. പക്ഷെ പായൽ ആഗ്രഹിച്ചത് അന്ന് അതുമാണ്. കനി വായിച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് പറയും. അന്ന് വായിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ ഇത് ചെയ്യാം, ഇളയത് ചെയ്യാം, കാരണം മറ്റത് കുറെ കൂടെ എപ്പോഴും ചെയ്യുന്ന പോലത്തെ ഒക്കെ ആയിരിക്കാം, അതുകൊണ്ടെന്നൊക്കെ. പിന്നെ ഇപ്പൊ രണ്ടാമത് എന്നിട്ട് ചെയ്യുമ്പോൾ ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ്. അതിന് പായൽ ഇങ്ങനെ ഓഡിഷൻ പോലെ ചെയ്യണ്ട അതന്നെ അത് ഞാൻ എന്നെയും കൂടി വെച്ചിട്ടാണ് ആ ക്യാരക്ടർ കുറച്ച് എഴുതിയിരുന്നത്. അന്നത്തെ എൻ്റെ ഏതൊക്കെ ഷോർട്ട് ഫിലിം കണ്ടിട്ടൊക്കെ ഡെവലപ്പ് ചെയ്തിരുന്നത്. യങ്ങർ ക്യാരക്ടർ ദിവ്യ ചെയ്ത ക്യാരക്ടർ ആയിരുന്നു അന്ന്. അപ്പം ഈ പ്രണവ് എന്നെ വിളിക്കുമ്പോൾ എന്നോട് ചോദിക്കുമായിരുന്നു, അന്ന് ഈ ക്യാരക്ടറിന് ആളെ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്നോട് പറയും ഞാൻ ആരെ മനസ്സിൽ പായൽ കനി ഇരുന്ന് അത് തന്നെയാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത് അന്നേ, അപ്പൊ അതുപോലത്തെ ആളുകളെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞിട്ട് പറയാം. പക്ഷെ അതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ 1-2 പെർട്ടിക്കുലർ ഷോർട്ട് ഫിലിംസ് ഉണ്ട് പായലിന് ഇഷ്ടപ്പെട്ടത്. അതിലുള്ള എൻ്റെ പെർഫോമൻസ് പോലത്തെ എന്നുള്ളതാണ് ഉദ്ദേശിക്കണേ, അല്ലാണ്ട് പായലിന് എന്നെ അറിയൊന്നുമില്ല. എന്നിട്ട് പിന്നെ ഈ പ്രഭ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഓഡിഷൻ ഞാൻ ചെയ്തു. അപ്പോൾ ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോഴും പായലിന് എനിക്കും അത്ര ഓക്കെ. ഞാൻ പായൽ വേറെ ആൾക്കാരെയും തപ്പു, വേറെ ചിലപ്പം ഞാൻ ചെയ്യണത് ശരിയാണോ അറിയാം. പായൽ പറഞ്ഞു ഞാനും വേറെ നോക്കാം. എന്നിട്ട് പിന്നെ പായൽ വെച്ചിട്ട് പറഞ്ഞു കനി എനിക്ക് ഒന്നും കൂടി ചെയ്ത് നോക്കണം എന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയും രണ്ടാമതും പോയിട്ടോ. രണ്ടാമത് ചെയ്തപ്പോഴാണ് പിന്നെ ഓക്കെ ആയത്. നിങ്ങളെ രണ്ടുപേരും എടുത്താൽ ഇപ്പോൾ കനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക പോയിന്റിൽ കനി അക്കാഡമിക്കായിട്ട് കൂടി ആക്ടിങ്ങിനെ സമീപിച്ചിട്ടുള്ള ഒരാളാണ്. മീൻസ് അക്കാഡമിക്കായിട്ട് കൂടി എങ്ങനെ വർക്ക് ചെയ്യണം ഇതിനകത്ത് എന്ന് ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. അത്തരം സെൻറ്റേഴ്സിൽ ഫ്രാൻസിലും മറ്റുമൊക്കെ പോയിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ദിവ്യ വരുന്നതെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി മറ്റൊരു ഫീൽഡിൽ നിന്ന് പെട്ടെന്ന് സിനിമയിലേക്ക് എത്താണ്. പക്ഷെ അതിനിടയിൽ തിയേറ്റർ ചെയ്യുന്നുണ്ട്. മീൻസ് ഒരു ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് സ്റ്റൈൽ മാറ്റുന്നതിൻ്റെ ഒക്കെ വർക്കിംഗ് പരിപാടികളുണ്ടല്ലോ. ഇപ്പം നിങ്ങളുടെ ഒരു പോയിന്റ് എന്താണ്? മീൻസ് ഒരു അക്കാഡമിക് ലേണിംഗ് ആവശ്യമുള്ള ഒരു ആർട്ടാണോ ഇത്? എന്താ ഇപ്പൊ നിങ്ങളൊരു ഫീലിംഗ് രണ്ടുപേരുടെ ചോദിക്കുന്നത്? ലേണിംഗ് ആവശ്യമുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അക്കാഡമിക് ആയിട്ട് ഒരു കോളേജിൽ പോകണോ വേണ്ടെന്നുള്ളത് അതൊക്കെ ഏതും ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതും സ്കൂളിൽ പോയി പഠിച്ചിട്ട് പരീക്ഷ എഴുതേണ്ട കാര്യമൊന്നുമില്ല, നമുക്കതൊക്കെ വീട്ടിൽ നിന്നിട്ട് പഠിക്കാവുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ അക്കാഡമിക് അപ്രോച്ച് ഇല്ലേ, മീൻസ് പഠിക്കേണ്ട ഒന്ന് തന്നെയാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഏത് ക്രാഫ്റ്റ് ആണെങ്കിലും. ഇപ്പം പഴയ ആക്ടേഴ്സ് എടുക്കുവാണെങ്കിലും അവരിങ്ങനെ ഓരോ പടങ്ങളും ചെയ്തായിരിക്കും അവർ പഠിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ പോയാൽ പെട്ടെന്ന് പഠിക്കാം എന്ന് തോന്നുന്നു. പെട്ടെന്ന് പഠിക്കാം. അപ്പോഴും പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും നല്ലോണം അഭിനയിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള രീതി കുറച്ചും കൂടി ഈ 2 വർഷം 3 വർഷം ആ കോഴ്സ് ടൈമിൽ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ നോർമലി ഒരു ആക്ടർ ഇപ്പം ഞാനൊരു 10 years ആയി അറൗണ്ട് ഈ ഒരു ഫീൽഡിൽ. അപ്പം ഒരുപാട് ഇപ്പം ഓരോ വർഷം കഴിയും തോറും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചിലപ്പം 2-3 വർഷം ഒരു കോളേജിൽ പഠിക്കുന്ന കാര്യം ഞാൻ ചിലപ്പോൾ ഒരു 10 വർഷം കൊണ്ടായിരിക്കും ഓരോ ക്യാരക്ടർ അതൊരു എക്സസൈസ് പോലെ പ്രാക്ടീസ് പോലെ ചെയ്തായിരിക്കും ചിലപ്പോൾ പഠിക്കുക. അങ്ങനെ എനിക്ക് ഇവിടെ ഇപ്പം മറ്റു സിനിമയിൽ അഭിനയിക്കുന്നത് ഇപ്പോഴുള്ള ആക്ടേഴ്സ് അല്ല, ഇപ്പോഴുള്ള ആക്ടേഴ്സ് കുറച്ചുകൂടെ ആ ഒരു ക്യൂരിയോസിറ്റിയും അതിന് വേണ്ടിയിട്ട് കുറച്ച് അന്വേഷിച്ച് പോകുന്ന പോലെ തോന്നാറുണ്ട്. അല്ല ഇപ്പോഴുള്ള നല്ല പണ്ടും അങ്ങനെയുള്ളവരും ഉണ്ടായിരുന്നു കാണും, 2 ടൈപ്പും ഉണ്ടായിരുന്നു കാണുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ചില ആക്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്യുമ്പം അവർ ഇങ്ങനെ ഇത് ആലോചിക്കാമെന്ന് ഇങ്ങനെ അത്ഭുതം പോലെ. അപ്പം നമ്മൾക്ക് വിചാരിക്കും ഇത് നമ്മൾ ഡ്രാമ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു നാടകം ചെയ്യുമ്പോഴോ ഏറ്റവും ആദ്യ ദിവസമേ ആലോചിച്ച കാര്യം ഇവർ 20 വർഷത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടും ആലോചിച്ചിട്ട് പോലും ഇല്ല. അത് റിക്വയർഡ് ആണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ അത്രയും നാൾ ചെയ്ത കഥാപാത്രത്തിന് അതിൻ്റെ ആവശ്യമെന്നില്ലെങ്കിൽ ചിലപ്പോൾ കുഴപ്പമുണ്ടായിരുന്നു കാണില്ല, നമ്മളത് ആ റിസൾട്ട് മാത്രമല്ലേ കാണുന്നുള്ളൂ. പക്ഷേ ഇതിനകത്ത് റിസൾട്ടിന് മുമ്പ് ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പോൾ അത് എനിക്ക് പലപ്പോഴും നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുന്നതിലും നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അത് സഹായിക്കുക കൂടെയുള്ള മനുഷ്യരെയാണ് നിങ്ങളെക്കാൾ ഉപരി. ആ കൂടെ ഉള്ളവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രോസസ്സ് ഇതിപ്പോ ഭയങ്കര ടൈം എടുത്ത് ചെയ്തൊരു സിനിമയാണോ? മീൻസ് ഈ പറഞ്ഞ പോലെ ഒരുപാട് കാലം മുമ്പേ കഥ പറയുന്നു, എൻ്റെ ഒരു പോയിന്റ് എത്തുമ്പോൾ ശരിക്കും ഈ ക്യാരക്ടർ പോലും മാറുന്ന പോയിന്റിലേക്ക് എത്തുകയാണല്ലോ. ഇത് കേട്ടത് ഒരുപാട് റിഹേഴ്സൽസ് ഒക്കെ ചെയ്ത് ശരിക്കും ഒരു തിയേറ്റർ ഒക്കെ വർക്ക് ചെയ്യുന്നത് പോലെ നിങ്ങൾ വർക്ക് ചെയ്ത് അതൊക്കെ കിട്ടി. നിങ്ങൾ വർക്ക് ചെയ്തെടുത്തൊരു സാധനമാണിത് എന്നാണ് കേട്ടത്. അപ്പം അങ്ങനെ അത്രയും സമയം എടുത്ത് ചെയ്തൊരു സിനിമ എന്നുള്ളതിൽ മീൻസ് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതെങ്ങനെയാണ്? മീൻസ് സാധാരണ അങ്ങനെ ഒരു സമയമോ അല്ലെങ്കിൽ ആ സാധനങ്ങളൊന്നും കിട്ടില്ലല്ലോ.
ഒരു നാടകം ഞാൻ കുറേ ചെയ്തിട്ടുള്ളത് കുറേ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇതിൽ കുറേ ചെയ്തിട്ടുള്ളത് വെച്ചിട്ട് സിനിമയിൽ ഇത്രയും ഇൻവോൾവ് ചെയ്യാനുള്ളൊരു അവസരം ഇന്ന് വരെ ഞാൻ ചെയ്ത സിനിമയിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ചില സിനിമകളിൽ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവാം, ചിലപ്പോൾ ഇപ്പം മഹേഷ് ഏട്ടൻ അറിയിപ്പിലൊക്കെ ദിവ്യക്ക് കിട്ടിയിട്ടുണ്ടാവാം. എനിക്കൊരിക്കലും സിനിമയിൽ ഇത്രയധികം എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. അത് ഉറപ്പായിട്ടും വളരെ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ എനിക്ക് മാത്രമല്ല ഒരുപാട് ആക്ടേഴ്സിനും ആഗ്രഹവും ഇഷ്ടമുള്ളതായിരിക്കും. ഇതൊരു ചെറിയ ഇൻഡിപെൻഡൻറ്റ് സിനിമ, ചെറിയ ബഡ്ജറ്റ് സിനിമയാണെങ്കിലും ഇതിൽ എത്തിപ്പെട്ട ആക്ടേഴ്സ് അതിന് തയ്യാറായിരുന്നത് കൊണ്ടും ആ ചെറിയ പൈസയ്ക്കാണെങ്കിലും ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് വേണ്ട സ്ഥലങ്ങളിൽ ഉപയോഗിക്കാനുള്ള ഒരു അവസരം ഡയറക്ടറിന് ലഭിക്കുന്നത് അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും എല്ലാവരും അതിന് തയ്യാറായി നിൽക്കുമ്പോഴാണ്. അല്ലെങ്കിൽ പലപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് സിനിമയുടെ കുറേയൊക്കെ റിസോഴ്സസ് അതിൻ്റെ ഒരു ലക്ഷറി കാര്യങ്ങൾ മറ്റ് പല കാര്യങ്ങളിലേക്കും പോകും. പക്ഷെ അങ്ങനെ ഒരു ലക്ഷറി അല്ല ഉണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരുപോലെയൊക്കെയുള്ള മുറികളും ഒബ്വിയസ്ലി അപ്പം പോലും ആക്ടേഴ്സിനാണ് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്നാലും എല്ലാവരും ഒരുപോലെയൊക്കെ കഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ഒരു കഷ്ടപ്പാട് എന്നുള്ള രീതി പറയാല്ല, പ്രാക്ടീസ് ചെയ്യുക, നമ്മൾ അതിലോട്ട് എത്താനുള്ളൊരു പണിയെടുക്കാൻ എല്ലാവരും തയ്യാറായി വന്നു. ഇപ്പം ദിവ്യ ആണെങ്കിലും ആസീസ്, അപ്പം ദിവ്യയും ഛായജിയൊക്കെ കുറച്ചും കൂടി ഇതിനകത്ത് കൂടുതൽ സമയം ചെലവഴിക്കേണ്ട ക്യാരക്ടേഴ്സ് ഉള്ള ആക്ടേഴ്സാണ്. ആസീസ് ഒക്കെ അത്രയും സമയം ചിലപ്പോൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും എല്ലാവരും മെയിൻ സ്ട്രീം അല്ലാതെയൊക്കെ അഭിനയിക്കുന്ന ആക്ടേഴ്സ് ആണെങ്കിലും ഛായജി ആണെങ്കിലും ദിവ്യ ആണെങ്കിലും ഒക്കെ അങ്ങനെ ആണെങ്കിലും അവരെല്ലാം അങ്ങനെ അത്രയും ഡെഡിക്കേഷനായിട്ട് അവർ നിന്നു എന്നുള്ളതാണ്. അതും കൂടെ അത് പായലിന് മസ്റ്റ് ആയിരുന്നു. ദിവ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം സിനിമയിലേക്ക് വരുന്നു, തിയേറ്ററിലേക്കൊക്കെ പിന്നെയാണല്ലോ വരുന്നത്. സിനിമയിൽ വന്ന് പിന്നെയാണ് തിയേറ്ററിലേക്ക് വരുന്നത്, വീണ്ടും കണ്ടിന്യൂസ് സിനിമ ചെയ്യുന്നുണ്ട്, പിന്നെയാണല്ലോ ഈ ഒരു പോയിന്റിലേക്ക് എത്തുന്നത്. ഇപ്പം അറിയിപ്പ് വേറൊരു തരം സിനിമയാണ്, വേറൊരു ദിവ്യ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. അപ്പം അറിയിപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങനൊരു സിനിമയിലേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞ ഒരു ഫീൽ എങ്ങനെയായിരുന്നു? ഇത്രയും ടൈം എടുത്ത് ഇപ്പം കനി മെൻഷൻ ചെയ്ത പോലെ മഹേഷിന്റെ ആയിരുന്നത് കൊണ്ട് ഇത്രയ്ക്കൊന്നും സമയം ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു റിസർച്ച് എന്നുള്ള രീതിയിലെങ്കിലും നമുക്ക് കുറച്ച് സമയം നേരത്തെ സ്ക്രിപ്റ്റ് തരിക, അത് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സ്പേസ് തരിക, അതെനിക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന്. എനിക്ക് തോന്നുന്നു ഡോണിൻ്റെ ആണെങ്കിൽ പോലും അതും പെട്ടെന്ന് വന്നതാണെങ്കിലും അവിടെയും ആ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത് കൊണ്ട് എനിക്കത് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇവിടെ വേറെ ഡയറക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടാവുമോ എന്നുള്ളത്. ഞാൻ വേറെ വർക്ക് ചെയ്തതുകൊണ്ട് അത് പെട്ടെന്ന് പോയി ജോയിൻ ചെയ്ത് പെട്ടെന്ന് ഒരു ഡിസ്കഷനും സാധ്യതയില്ലാണ്ട് പെട്ടെന്ന് ചെയ്ത വർക്കുകളൊക്കെ ഉണ്ട്. അപ്പം അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. ഇതിങ്ങനെ മാസങ്ങളോളം ഒക്കെ നമ്മൾ നിന്ന് ഓരോ സീൻസും വർക്ക് ചെയ്ത് അങ്ങനെ. അപ്പം കാരണം റിസൾട്ട് അത്രയും നല്ലതാവും, അല്ലെങ്കിൽ കുറച്ചും കൂടി അവിടെ റിസൾട്ട് നല്ല, എൻ്റെ അഭിപ്രായം കേട്ടോ, എൻ്റെ അഭിപ്രായത്തിൽ റിസൾട്ട് ചിലപ്പോൾ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നല്ലതാവാം. എനിക്ക് മനസ്സിലായത് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എന്താ സംഭവിക്കുന്നത് നമുക്കും ഒരു ധാരണ ഉണ്ട്. ചില സമയത്ത് നമുക്ക് ഇത് നന്നായല്ലേ, എനിക്കറിയില്ലായിരുന്നു ഇത്ര നന്നായിരുന്നു, ഇത് മോശമായി, ഞാൻ വെച്ചത് ഭയങ്കര നല്ലതായിരുന്നു. ഇങ്ങനത്തെ ഒരു ക്ലാരിറ്റി കുറവ് ചിലപ്പം ചില പ്രോജക്റ്റിന്റെ ഭാഗമാകുമ്പോൾ നമുക്ക് ആ ഒരു ടൈം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്ടർ പറയുന്നത് അത് ഓക്കെ ആണ്, കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ പറയൂടാ, അപ്പോൾ നമ്മൾ ഓക്കെ ആയിരിക്കും, കിട്ടിക്കാണ്. കുറച്ചും കൂടി എന്താ പറയുക, ക്യാരക്ടറിനെ പറ്റി സംസാരിക്കാനുള്ള സമയം കിട്ടുക എന്ന് പറയുന്നത് ഒരു പ്രിവിലേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിവിടെ കിട്ടാറേ ഇല്ല അതിനെക്കുറിച്ച് സംസാരിക്കാൻ അങ്ങനെ. പിന്നെ നമ്മൾ റിഹേഴ്സൽസ് കുറേ ചെയ്യുമ്പോൾ, ഇപ്പം നാടകത്തിലാണെങ്കിൽ നമ്മൾ റിഹേഴ്സൽ ഒരു സീൻ ചെയ്യുമ്പോൾ, ഇപ്പം ഇന്ന് നമ്മളിത് 5 തവണ റിഹേഴ്സൽ ചെയ്തതിൽ ചിലപ്പോൾ 4 എണ്ണവും ഒരു ഡയറക്ടർ ഉദ്ദേശിക്കുന്ന പോലെ വീണിട്ടുണ്ടാവും, ചിലപ്പോൾ 5ാമത്തത് ഇത്തിരി അങ്ങോട്ട് ഇടുമ്പോഴുണ്ടാവും. അപ്പോൾ എന്താണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മളിപ്പോൾ ചെയ്ത് ഫലിപ്പിച്ച ഒരു മൊത്തം സീനിൻ്റെ ഇത് വീണ്ടും അതുപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നാടകത്തിൽ എപ്പോഴും വരുന്നൊരു ചോദ്യമാണ്. കാരണം നമ്മൾ ഒരു പെർഫോമൻസിലൊന്നും അല്ല നിർത്തുക, ചിലപ്പോൾ 100ഉം 500ഉം എത്രയോ കലാകാരന്മാർ ഇവിടെ ഉണ്ട്, 1000 പെർഫോമൻസ് 2000ാമത്തെ ഷോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ എല്ലാ തവണ അതിൽ കൂടി കടന്നു പോവാണ്. പക്ഷേ ഇവിടെ മലയാളം സിനിമയാണെങ്കിലും ഏത് സിനിമയാണെങ്കിലും സിനിമയിൽ പലപ്പോഴും നമുക്ക് ആ ഒരു ടേക്ക് ഓക്കെ ആയിട്ടുള്ളതുണ്ട്. പിന്നെ നമ്മൾ അവർ എഡിറ്റിംഗ് ടേബിളിൽ ചിലപ്പോൾ ഓക്കെ ആയിട്ടുള്ള ടേക്ക് അല്ല വേറൊരു ടേക്കായിരിക്കും ഉപയോഗിക്കുന്നതൊക്കെ ഉണ്ടാവാം. എന്നാലും ഒരിക്കൽ എഡിറ്റ് ചെയ്ത് വെച്ചൊരു സിനിമ ആ കൺസിസ്റ്റൻസി തന്നെയാണ് നമ്മൾ എപ്പോൾ കാണുമ്പോഴും കാണുന്നത്. കാരണം അത് രേഖപ്പെടുത്തി കഴിഞ്ഞൊരു കാര്യമാണ്. പക്ഷേ ഈ പായലിൻ്റെ റിഹേഴ്സലുകളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പലതവണ ചില സീനുകൾ ഇതിൽ നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. ചില സീനുകൾ വളരെ കുറവ് ചെയ്തതുകൊണ്ട് ആ സീനുകൾ എടുക്കുമ്പോൾ നമുക്കൊരു തരം ടെൻഷനും ഉണ്ടായിരുന്നു. എനിക്കൊക്കെ ഉണ്ടായിരുന്നു, ഇതെനിക്ക് മറ്റേ അത്ര അറിയുന്നില്ല, ഇതിപ്പോൾ ഓക്കെ ആയോ ഇല്ല, അങ്ങനെ ഉണ്ടായിരുന്നു. ചില സീനുകൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുമുണ്ട്. അപ്പം
അതിലെന്താ വെച്ചാൽ അതിന്റെ ഫൈൻ പോയിന്റ് ഏതാ നമുക്ക് മനസ്സിലാവും. അത് മാത്രം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കറിയാം, ഓ ഇന്ന് ചെയ്തപ്പോൾ പായൽ നമ്മൾ അന്ന് റിഹേഴ്സൽ ചെയ്ത പോലെ ആയിപ്പോയല്ലേ, ഓക്കെ നമുക്ക് അതല്ലായിരുന്നു വേണം, നമുക്ക് മറ്റേതായിരുന്നു കുറച്ചുകൂടെ വേണ്ടത്, അപ്പോൾ പായൽ വരുമ്പോൾ അതാണ് കനി, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും എന്താ വരാത്തതെന്നൊക്കെ. അപ്പോൾ ഓ നമുക്ക് അന്ന് ഓർമ്മയിൽ കാര്യം വേണമെങ്കിൽ ഇത് കണ്ടു നോക്കാം. അപ്പോൾ ചില പായലുണ്ട്, പായലിന് ഓക്കെ ആയിട്ടുള്ള റിഹേഴ്സൽസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ടോൺ കേട്ടോ എനിക്ക് കുറച്ചും കൂടി ഇങ്ങനെ, അപ്പോൾ നമുക്ക് ഓക്കെ അത് അപ്പോൾ റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഇപ്പം പായൽ അത് തരുവാണ് നമുക്ക് ആസ് ആൻ ആക്ടേഴ്സ്. നമ്മൾ തന്നെ ചെയ്ത് വെച്ചിട്ടുള്ള റിഹേഴ്സലുകളിലും പായലിനും നമുക്ക് ഓക്കെ എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ റീക്രിയേറ്റ് ചെയ്യാനും, അതിനോടൊപ്പം ഇനിയിപ്പോൾ അതൊന്നും അല്ലാത്തൊന്നും വന്നാലും പായലെടുത്ത് എടുത്ത് വെക്കും. പക്ഷേ നമുക്ക് ഓക്കെ ആയിരുന്നൊരു സാധനം മുമ്പ് ചെയ്തത് എടുത്ത് വീണ്ടും ചെയ്യാനുള്ളൊരു അങ്ങനെ അതൊരു സിനിമയിൽ എനിക്ക് കിട്ടിയിട്ടില്ല ഈ പറഞ്ഞോളൂ. ഇപ്പം നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആളുകൾ മീൻസ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം അറിയാവുന്നതാണ്. മീൻസ് നിങ്ങളെ പോസ്റ്റിലും നിങ്ങളെ പോസ്റ്റുകളിലും ഇന്ന് ഞാൻ വേറൊരു സ്ഥലത്ത് പോയപ്പോൾ അവര് ദിവ്യ പ്രമേയ കനിയാണോ അതിലെ നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് അല്ലേ, എനിക്ക് ഫ്രണ്ട്സ് എന്ന് പോലും ആദ്യം കേൾക്കുന്ന മനസ്സിലായില്ലായിരുന്നു. നിങ്ങൾ പോലും അറിഞ്ഞില്ലെങ്കിലും കേരളത്തിൽ അങ്ങനെ ഒരു സംസാരമുണ്ട്. കേരളത്തിന് പുറത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, അതായത് വെച്ചാൽ നിങ്ങൾക്കിടയിൽ ഒരു കമറാഡറി അല്ലെങ്കിൽ ഒരു സിസ്റ്റർഹുഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, മീൻസ് നിങ്ങളെ പിടിച്ചു നിർത്തുന്ന ഒരു സാധനം. ആ സാധനത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഒരു സിനിമയിൽ ആദ്യമായി ആണ് ഒരുമിച്ച് അഭിനയിക്കുന്നത്, പക്ഷെ നിങ്ങൾ നേരത്തെ നാടകം വർക്ക് ചെയ്തിട്ടുണ്ട്. സീരിയലിലേക്ക് വരും, സീരിയലിലേക്ക് എന്തായാലും വരും. സീരിയൽ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ സാക്ഷി, ഈശ്വരൻ സാക്ഷി ഇല്ല ഈശ്വരൻ സാക്ഷി. അത് ഈ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിന് വേണമെങ്കിൽ അങ്ങനെയും കൂടി പറയാം. ആഫ്റ്റർ ഈശ്വരൻ സാക്ഷിയായി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആഫ്റ്റർ ഈശ്വരൻ സാക്ഷി ഞങ്ങൾ നാടകം ചെയ്തു. നാടകം ചെയ്തു. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഞങ്ങളുടെ ഈ 3 സാധനത്തിലും ക്ലിയർ റിലേഷൻഷിപ്പ് ഉള്ള രണ്ടുപേരാണ്. കോമ്പിനേഷൻ ഏറ്റവും സീൻസ് കൂടുതലുള്ള കോമ്പിനേഷൻ പല ടൈപ്പ്. നാടകമൊക്കെ അമ്മച്ചിയും മോളി ചേച്ചിയും ഇവിടെ വരുമ്പോ നമ്മളപ്പം അങ്ങനെ വർക്ക് ചെയ്ത് വരുമ്പം എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നാ എനിക്ക് അന്ന് ആദ്യം ഈ സീരിയലിന്റെ കഥ പറഞ്ഞല്ലോ. സീരിയൽ അഭിനയിച്ചപ്പോ ഉള്ളൊരു അവസ്ഥ എന്തായിരുന്നു? മീൻസ് സീരിയൽ അഭിനയിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ കാണുന്ന സമയത്ത് ഇതിനെ കുറിച്ച് പറയാറുണ്ടോ? അതാണ് എനിക്ക് സീരിയലിനെ ജസ്റ്റ് ഞാൻ പറഞ്ഞോട്ടെ അതെനിക്ക് ഏറ്റവും ഞാൻ ആദ്യം ദിവ്യ കാണുന്ന അവിടെയാണല്ലോ. അപ്പൊ എനിക്ക് ഞാൻ 2015 എനിക്ക് അതിന് ദിവ്യ അറൗണ്ട് ഒരു 10 years ആയി. എനിക്ക് ദിവ്യ അപ്പൊ അറിയില്ല. അപ്പൊ ബോബിയൻ സഞ്ജയ് അല്ലേ എഴുതുന്നത്? അല്ലേ? അതെ, ബോബിൻ സഞ്ജയ് ആണ് അത് എഴുതിയത്. അപ്പൊ എനിക്ക് ദിവ്യ കഥ അവരുടെയാണ്. ഡയലോഗും ദിവ്യ എനിക്ക് അറിയില്ല, ഒന്നും അറിയില്ല. ഞാൻ സീരിയൽ അതിന് മുമ്പ് ഒരു പൈലറ്റായിട്ട് ഫ്ലവേഴ്സിൻ്റെ എന്തോന്ന് വേണ്ടിയിട്ട് അതിനും 2-3 വർഷം മുമ്പ് ഒരു സാധനം ചെയ്തിട്ടുണ്ട്. 3 ഷാജി എം സാറിന് എന്തോ. അല്ല ഞാൻ സീരിയൽ ചെയ്തിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ അന്ന് ബോംബെയിൽ താമസിക്കുകയാണ്. എനിക്ക് കേരളത്തിൽ വരാനൊരു കാരണം വേണം. ഞാനത് എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വരണം, എനിക്ക് അവിടെ തന്നെ നിൽക്കണ്ട. അപ്പോൾ KK രാജു സാറ് വിളിക്കണം. KK രാജു സാർ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം സ്വപ്നം എന്നൊക്കെ പറഞ്ഞൊരു സീരിയൽ പ്രവീണ അഭിനയിച്ച അവരുടെ മോളായിട്ട് അഭിനയിക്കാനൊക്കെ എന്നെ അന്ന് വിളിച്ചിട്ടുണ്ട്. ഞാൻ ചെറുതായിരിക്കുമ്പോൾ, പക്ഷെ ഞാൻ ചെറുതാണ്, ഞാൻ പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിന് വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ച ഒരു കാരണം തേടി വന്നു പോകുന്നത് തന്നെ. എല്ലാ മാസം 4-5 ദിവസം കേരളത്തിൽ പോകാൻ അവസരം കിട്ടും. ബോംബെ തന്നെ നിൽക്കുമ്പോൾ ആ ഫുഡൊന്നും അല്ലേ, അതങ്ങനെ. അപ്പം ഞാൻ ഇങ്ങനെ ഇതായിട്ടാണ് വരണേ, ഇത് ചെയ്യുന്നത് പോണോ, ഞാൻ ശരിയാവോ, ഞാൻ എൻ്റെ സ്വഭാവം എന്താകും എന്നൊക്കെ ഇങ്ങനെ അതൊക്കെ പോട്ടെ. അതും പിന്നെ കുറേ ഡയലോഗ് ഉണ്ടാവും, അതൊക്കെ പറയാൻ പറ്റുന്നതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചെല്ലുന്ന ആദ്യം ഞാൻ കാണുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ കാണുന്നത് ദിവ്യ ഇങ്ങനെ ഒരു ഗ്ലാസ് എന്താണ് കണ്ണാടിയുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ എന്തൊക്കെ റെഡി ആവാണ്, മുടിയൊക്കെ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ചുരിദാർ കണ്ണട അപ്പം വെച്ചിട്ടില്ല, ഇങ്ങനെ ഒഴിഞ്ഞു നോക്കാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഇതൊരു സീരിയൽ കൊച്ചാണ് എന്നൊക്കെ ഞാൻ ഭയങ്കര ജഡ്ജ്മെന്റ്, ഞാൻ ഫുള്ളി ജഡ്ജ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും അവിടെ ഇരിക്കണം, എല്ലാവരെയും ഇരിക്കണം. എനിക്കൊന്നും മിണ്ടാൻ പറ്റില്ല. ഞാൻ അതാണ് ആലോചിക്കണമെന്ന് വെച്ചാൽ എനിക്ക് കൂട്ടാവാൻ ഉള്ള ഒരു മനസ്സുള്ള ആളായിരിക്കില്ല. അതാണ് എൻ്റെ ജഡ്ജ്മെന്റ്, വേറെ ഒന്നുമല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ ഞാൻ ഓൾറെഡി ജഡ്ജ് ചെയ്തിരിക്കും. അവിടെ ഇരിക്കണ എല്ലാവരും അങ്ങനെ ആയിരിക്കും. എന്നെ എന്തായാലും ഇവർക്കൊന്നും ഇഷ്ടപ്പെടില്ല. ഞാനിനി എന്തെങ്കിലും ഇനി പറഞ്ഞാൽ ഇവരോട് എനിക്കൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും എന്ന് ഞാൻ ഓൾറെഡി വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ദിവ്യ ഇങ്ങനെ ഓ മറ്റേ അതിൽ പണ്ട് കോക്ടെയിലോ ഷിക്കാറോ എന്തോ അഭിനയിച്ചത് എന്നെ കണ്ടത് അപ്പൊ ദിവ്യനോട് പറയുന്നു. ജസ്റ്റ് ഒരു 1 week മുമ്പ് ഞാൻ കണ്ടു. എന്നെ ആലോചിക്കും ചെയ്തിരുന്നു ഇവരൊക്കെ ഇപ്പൊ എവിടെയാണ്. അതല്ല, എന്റെ ദിവ്യനോട് പറഞ്ഞു. ഞാൻ എന്റെ കസിനോട് പറഞ്ഞു ഈ പെണ്ണൊക്കെ എവിടെയായിട്ട് അഭിനയിക്കുന്നില്ലേ എന്ന് അതൊക്കെ എന്നോട് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ അതൊക്കെ ഞാനും അങ്ങനെ വലിയതൊന്നും ഇല്ല, കൂട്ടൊന്നുമില്ല. എന്നിട്ട്
പെട്ടെന്ന് ആദ്യത്തെ 2-3 ദിവസത്തിന് ഞാൻ ദിവ്യയുടെ അമ്മയായിട്ടാണ് എന്തുകൊണ്ടോ എനിക്കൊരു കൂട്ട് വരുന്നു. ഞാൻ എന്തോ ആൻറ്റി പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഈ ആൻറ്റി രസമുണ്ട്, എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ആൾ ഈ ആൻറ്റിയാണ്, അങ്ങനെ തോന്നാം. അപ്പം ഞാൻ ഓക്കെ ഇവിടെ ഒരു ആൻറ്റി, ഈ ആൻറ്റി ഉള്ള നന്നായി, എന്നാൽ എനിക്ക് സംസാരിക്കാനുണ്ടല്ലോ, ലീലാമണി എന്നാണ് പേര്. അപ്പോൾ ആളുടെ കൂടെ സംസാരിക്കാം. ഞാൻ ആളുടെ നമ്പർ ആദ്യം മേടിച്ചു, ഞങ്ങൾ തമ്മിൽ നമ്പറുമായി. ഓക്കെ, എനിക്കെപ്പോഴും മോളുമായിട്ട് കൂട്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അവിടെ എന്തോ ഒരു ലൊക്കേഷൻ, അതേ ആ ആഴ്ച തന്നെയാണ്. ഞങ്ങൾ ഏതോ ഒരു വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം ഞങ്ങളൊരു ക്ലാസ് റൂമിൽ ഇങ്ങനെ ഭയങ്കര ചൂട്, അപ്പം ഞാനിങ്ങനെ ഇരിക്കുന്നു, ദിവ്യ അടുത്തിരിക്കുന്നു. അപ്പോൾ അവിടെ കൂടെ അഭിനയിക്കുന്ന ഒരു ആക്ടർ എന്തോ ഒരു കവിതയെ പറ്റി ഒന്ന് സംസാരിക്കുമ്പോൾ ദിവ്യ ഓരോ മലയാള കവിതകളൊക്കെ ഇരുന്ന് പാടുന്നു, പഴയ കവിതകളൊക്കെ. അപ്പം ഞാൻ ഈ കൊച്ചിന് ഈ കവിതയൊക്കെ അറിയാവോ, ഇതെന്ത് കുട്ടി, ഇതൊരു പ്രത്യേക കോമ്പിനേഷൻ ആണല്ലോ എന്നൊക്കെ ഞാൻ ആലോചിക്കുകയാണ്. അപ്പം ഞാൻ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ ഇപ്പം ഞാൻ ഈ ആൻറ്റി രസമാണല്ലോ, അങ്ങനെ അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ അതുപോലെ ഇത് ഞാൻ പറയാം, പാവ ദിവ്യയ്ക്ക് ഒരു അവസരം കൊടുക്കാത്ത പോലെ സീരിയലിൽ അവിടെ ഇരുന്ന് ഞങ്ങൾ അങ്ങനെ പതുക്കെ ഭയങ്കര കൂട്ടാവാൻ തുടങ്ങി. എന്തോ എനിക്ക് ഈ ആളോട്ട് നല്ല രസമായിട്ട് കൂട്ടാവുന്ന എന്തോ ഒരു സ്ഥലമുണ്ട്, എന്തോ ഒരു സ്പേസ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് തോന്നുകയും അങ്ങനെ മിണ്ടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ദിവ്യ പറയാണ്, കനി നമുക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് പോകണം, പറയട്ടെ, നമുക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് പോകണം ദിവ്യ പറയാണ്. ഞാൻ കരയും ചിലപ്പോ. അപ്പൊ ഞാൻ അത്രക്കില്ല നമ്മുടെ ഒരു ഇമോഷണൽ കുഞ്ഞു കാര്യമാണത്. പക്ഷെ ദിവ്യ നമുക്ക് ഒരു സ്ഥലത്ത് പോകണം, കനിക്ക് അത് ഇഷ്ടപ്പെടുന്ന എനിക്കറിയാം. ഞാൻ ദിവ്യ പറഞ്ഞു, ദിവ്യയുടെ ചേച്ചി അവിടെ താമസിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള വഴികളാണ്, കനിക്ക് ആ സ്ഥലം ഇഷ്ടപ്പെടുന്നത്, നമുക്ക് പോകണം എന്നിട്ട് പറഞ്ഞു. ദിവ്യ പറഞ്ഞു ആ സ്ഥലത്തിന്റെ പേര് രത്നഗിരി എന്നാണ്. അത് അപ്പം ഞാൻ മാപ്പിൽ നോക്കുന്നു, നമുക്കിവിടെ ഒരു ദിവസം പോവാം. ഞാനും ഗൂഗിളിലൊക്കെ ജിയോഗ്രഫിയുടെ ഒരു എന്തോ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ, നമുക്ക് വെറുതെ ഒരു കാരണവും ഇല്ലാണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങളില്ലേ, അത് ചില രണ്ടുപേരും തമ്മിൽ ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യുമല്ലോ. അങ്ങനെ ഉള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ ഇരിക്കുന്ന സ്ഥലം. ഇത് എനിക്കും ഇഷ്ടം, ഇത് എനിക്കും ഇഷ്ടം, അങ്ങനത്തെ ഒരു പ്രത്യേക കൂട്ടം. അപ്പം അതൊക്കെ പറഞ്ഞിട്ട് വർഷങ്ങളായിട്ട് എന്നിട്ട് ഈ പായലിൻ്റെ സിനിമ വരുന്ന ഓഡിഷൻ ചെയ്യുന്നു. അപ്പോൾ പായലിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇതിൽ വേറൊരു സ്ഥലത്തേക്ക് ലൊക്കേഷൻ മാറുന്നുണ്ട് ഒരു കഥയുടെ ഒരു സമയത്ത്. അപ്പം ഞാനൊരു പായലൊരു ഞങ്ങളുടെ ഓഡിഷനൊക്കെ ഞാനൊക്കെ ജസ്റ്റ് ഓക്കെ ആയിട്ടേ ഉള്ളൂ. ആ സമയത്ത് എന്തോ ആണ്, അല്ലെങ്കിൽ അതിന് ആ സമയത്ത് എന്തോ മറ്റേ ക്യാരക്ടറാണോ അങ്ങനെയൊക്കെ. ആ ഒരു സമയത്ത് പായലിനെ പറഞ്ഞു ഇത് ഷൂട്ട് ചെയ്ത് രത്നഗിരിയിലാണ്. അപ്പൊ എനിക്കാണെങ്കിൽ എന്റെ ഓഡിഷൻ ഞാൻ ജസ്റ്റ് ഓക്കെ ആവുന്നേ എന്തോളൂ, ആയിട്ടന്നില്ല, എന്റെ ഓഡിഷൻ ഉറപ്പാ. അപ്പൊ ഞാൻ നമ്മൾ സംസാരിച്ചു. അതല്ലാണ്ട് ഞാൻ പായലിനോട് പറഞ്ഞു, പായൽ എന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റത് ദിവ്യ എന്തിനെങ്കിലും എടുക്കോ, ഞങ്ങൾക്ക് രണ്ടർക്കും ഇത് വളരെ അൺപ്രൊഫഷണൽ ആണ്, ഞാൻ ഒന്നും പറഞ്ഞില്ല എന്നുവെച്ചാൽ എനിക്കപ്പം ഇങ്ങനെ ഞങ്ങള് സ്വപ്നം കണ്ടതൊക്കെ വേറൊരു രീതിയില് മൊത്തത്തിൽ. അപ്പം പിന്നെ എന്റെ ഇടയ്ക്ക് നിന്ന് വിളിച്ചിട്ടുണ്ട്, കനി എനിക്ക് അറിയില്ല, എനിക്ക് ഒട്ടും അറിയില്ല ഇത് കിട്ടുമെന്നുള്ളത്. പക്ഷെ കിട്ടുവാണെങ്കിൽ ഞാൻ ഇപ്പോഴാണ് ആ എന്ന് വെച്ചാൽ അല്ല ഓൾറെഡി സ്ക്രിപ്റ്റിൽ ഉണ്ടെന്ന് തോന്നുന്നു ആ പരിപാടി. ആ രത്നഗിരി നമ്മൾ അന്ന് പറഞ്ഞത്, ഞങ്ങൾ ആദ്യം കണ്ടപ്പോ പറഞ്ഞത് ഞങ്ങളിപ്പോ ഒരു സിനിമയ്ക്ക് വേണ്ടി അവിടെ പോകുന്നു അങ്ങനെ ഒരു എന്തായിരുന്നു സീരിയൽ സെറ്റിൽ മനസ്സിലായി. അതായിരുന്നു എന്റെ ഒരു കാഴ്ചപ്പാടിൽ. ഞങ്ങൾ അങ്ങനെയാണ് കൂട്ടായത്. എനിക്കും ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു? അതായത് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്, ഞാനിങ്ങനെ എങ്ങനെയൊക്കെ വന്ന് പെട്ടതാണ് ഇൻഡസ്ട്രിയിൽ. എന്നെ ഒരിക്കലും ഒരു സിനിമയായിട്ട് ഞാൻ പ്ലേസ് ചെയ്തിട്ടില്ല. ഞാൻ അതിലൊന്നും ഫിറ്റിനാവില്ല എന്ന് വിചാരിച്ചിരുന്ന ആളായിരുന്നു. പക്ഷെ ഇഷ്ടമാണ് ഇതെല്ലാം. അങ്ങനെ അപ്പം സിനിമ ഞാൻ ചെയ്തു, ഇതിഹാസം എന്ന് പറഞ്ഞിട്ടൊരു മൂവി ചെയ്തു. അപ്പോഴൊക്കെ ഇതോടുകൂടി നിർത്തുന്നു. കുറച്ച് പൈസ നന്നായിട്ട് ഒരു ക്യാരക്ടർ മാറിയിട്ട് എന്നെ വിളിച്ചു. ആക്ച്വലി ഞാൻ അപ്പോൾ ചോദിച്ചിട്ടുണ്ട്, ഡയലോഗ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഇല്ലാത്തത് തരൂ എന്നൊക്കെ. എനിക്കൊന്നും അറിയില്ല. അപ്പോഴും ഈ പറഞ്ഞ പോലെ KK രാജീവിൻ്റെ സീരിയൽ പണ്ട് സ്വപ്നം, മേഘം എല്ലാം അച്ഛനിരുന്ന് കാണുന്നത് അങ്ങനെ. അപ്പോൾ വെച്ചു ഇങ്ങനെ ഒരു വർക്ക് വന്നപ്പോൾ വെച്ചു സീരിയൽ ചെയ്യാം. ഞാൻ വെച്ചു കുറച്ച് നാൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കാം എന്താണെന്നൊക്കെ ഉള്ളത്. ടെക്നിക്കലി ആണെങ്കിലും ഒക്കെ ഒന്നും അറിയാത്ത ഒരാളാണ്. അപ്പം അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് കനീനെ കാണുന്നത്. എനിക്കും തിരിച്ചും അതുപോലെ എന്തെങ്കിലും ഒരു പണിയെടുക്കാന്ന് പറയില്ലേ, സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടെൻസ്ഡായിട്ട് സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് പറഞ്ഞിരിക്കുന്നു. അപ്പം എനിക്കും ഇതിന് മുമ്പ് കുറച്ച് ചെറിയ ക്യാരക്ടേഴ്സിന് പകരം എനിക്കൊരു പണിയെടുക്കുന്ന ഫീലിംഗ് തോന്നിയിട്ടില്ല. എന്താണെന്നുള്ളത് ഇതിൻ്റെ വേറൊരു സൈഡ് എനിക്കറിയില്ലായിരുന്നു. അപ്പം അന്ന് അത് കാണുമ്പോൾ ഞാൻ അത് കണ്ടിട്ട് ആക്ച്വലി ഇൻസ്പയർഡ് ആയി. ഓക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം, അത് അങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ട രീതി എന്നുള്ള രീതിയിലൊക്കെ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞ പോലെ ആ രീതിയിൽ ഞാൻ ജഡ്ജ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ പറഞ്ഞ രണ്ടുപേരുടെയും മ്യൂച്വൽ ആയിട്ടുള്ള ഇഷ്ടം പരിപാടി, അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയൊക്കെ. വേറൊരു കാര്യം വെച്ചാൽ നിങ്ങൾ ഈ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിനിമ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ള സാധനം എന്തായിരിക്കും? മീൻസ് നിങ്ങൾക്ക് ഒരു എന്താ പറയാ ഭയങ്കര സ്ട്രെസ്ഡ് ആയ ഒരു ദിവസം, അല്ലെങ്കിൽ
സിനിമയാണ് സ്ട്രെസ്. സിനിമ കഴിഞ്ഞപ്പോൾ സ്ട്രെസ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഇത് തലേന്ന് ഇറക്കി വെക്കുന്നത് പോയിന്റ് അല്ലേ? ആ സമയത്ത് എന്താ? എനിക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടം. ഇഷ്ടമുള്ള ഞാൻ പറഞ്ഞുതരാം. ഉറക്കം. ഞാൻ ഉറങ്ങും. ഉറക്ക വീരത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അമ്മച്ചോ പായല സിനിമ ഇടയ്ക്ക് വരും. പായൽ ഞങ്ങളുടെ എന്തോ ഒരു സ്ഥലം ചേർത്ത് വരുമ്പോഴത്തേനും ഒരു ഇത്രയുള്ള സ്ഥലം അവിടെ കിടക്കാനൊക്കെ പറ്റില്ല. അവിടെ കായും തലയൊക്കെ പുറത്തേക്ക് അവിടെ കിടന്നുറങ്ങുന്നത്. പാല് പറയാം ഐ ആം സോ ജലസ് ഓഫ് ഇത് എങ്ങനെയാണ് ഇങ്ങനെ എല്ലായിടത്തും കിടന്നുറങ്ങുന്നത്. അപ്പൊ ദിവ്യക്ക് വേറെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഞാൻ തമാശക്ക് പറഞ്ഞതാ. എനിക്ക് ഇഷ്ടമാണ്. വേറെയും ഉണ്ടാവും. എനിക്ക് സിത്താർ പഠിക്കുന്നുണ്ട് കുറെ ആളുടെ. എനിക്ക് സിത്താർ വായിക്കാനാണ് ഏറ്റവും ഇഷ്ടം. എനിക്ക് ഒരു പക്ഷേ സിനിമയിൽ പോകുന്നതിനേക്കാളും ഇഷ്ടമാണ്. അത് എനിക്ക് പൈസ എല്ലാ മാസം ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ടീച്ചറുടെ അടുത്ത് സിത്താർ പഠിച്ചോട്ട് എന്ന് ഇരിക്കാൻ വഴിയുണ്ട്. എനിക്ക് അത്രയും ഇഷ്ടമാണ് അത് ചെയ്യാൻ. പിന്നെ എനിക്ക് ചെടികൾ നടാൻ ഭയങ്കര ഇഷ്ടമാണ്. മണ്ണിൽ ഇങ്ങനെ അങ്ങനെ. അപ്പം ഞാൻ ഇന്നാൾ പോട്ടറി പഠിക്കാൻ പോയി. എനിക്ക് പൊതുവെ മണ്ണിനകത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ കുറച്ച് ഇഷ്ടമുണ്ട്. അപ്പം അതിഷ്ടമാണ്, ഇതിഷ്ടമാണ്. പിന്നെ പൊതുവെ അടുക്കി പറക്കാൻ കുറച്ച് ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അടുക്കി പറക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ. പിന്നെ ഇങ്ങനെ ഇപ്പം ഇതാണ് പറഞ്ഞത്, വീട്ടിൽ നിന്ന് ഇങ്ങനെ വേണ്ട, ഇനി ഇതൊക്കെ ഇങ്ങനെ മാറ്റി 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 അങ്ങനെ ആക്കാം, ഇങ്ങനെ ആക്കാം. എന്റെ വീട്ടില് ഫ്രണ്ട്സ് എപ്പോ വരുമ്പോഴും ഇവിടെ അല്ലായിരുന്നല്ലോ കട്ടിൽ കിടന്ന്, മേശ ഇവിടെ അല്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇത് അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ. പക്ഷെ മെയിനായിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് സിത്താർ ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചൊരു സാധനമാണ്. അതൊന്നും അല്ലാണ്ട് കുട്ടിക്കാലത്തെ അഭിനയത്തിനേക്കാളും ഇതിനേക്കാളും ഒക്കെ എനിക്ക് ഇഷ്ടം ഡാൻസ് ആണ്. അപ്പോൾ എൻ്റെ പ്രധാന പടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊറിയോഗ്രാഫികൾ ആരെങ്കിലും ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വീട്ടിൽ നിന്ന് അത് നോക്കിയിട്ട് അത് പഠിക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിനോദമാണ്. ഞാൻ തന്നെത്താൻ ഇങ്ങനെ കളിച്ചോണ്ടേയിരിക്കും. ഞാൻ തന്നെ ഇങ്ങനെ എന്തെങ്കിലും പുതിയ സ്റ്റെപ്പുകൾ സ്വന്തമായിട്ട് കാരണം മറ്റേ ചിലപ്പോൾ എനിക്ക് കളിക്കാൻ പറ്റില്ല സ്റ്റെപ്പ്. ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഡാൻസ് പഠിക്കണം എന്ന് ശരിക്കും തോൽക്കാൻ തയ്യാറല്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കൊറിയോഗ്രാഫർ, നിങ്ങൾ അത് ചെയ്യുന്നത്. ഞാൻ പറയും ഇതെല്ലാം ഒരുപോലെ അല്ലേ, സെയിം സ്റ്റെപ്പ് അല്ലേ, അപ്പൊ എന്തിനാ അത് പഠിക്കുന്നത്, വേറെ എന്തെങ്കിലും. പക്ഷെ ഈ പറഞ്ഞ സിത്താർ പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഈ പറഞ്ഞ മലയാളം ഗിത്താർ വീട്ടിലിരിക്കുന്നുണ്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി. അത് പൊടി തട്ടാൻ ഇടയ്ക്ക് മറ്റേ ചൂരലുകാരില്ലേ, അവരൊരു സംഭവം ഉണ്ടായിരുന്നു. വല്ലപ്പോഴും ഒരു പല്ലി വീഴുമ്പോഴോ ഒരു ചൂല് തട്ടുമ്പോഴാണ് ക്ലിങ് എന്ന് കേൾക്കുന്നത്. പക്ഷെ എന്താ ഗിത്താർ പഠിക്കണമെന്നുണ്ടായിരുന്നു. പിന്നീട് മനസ്സിലായി ഇത് ഒരു എല്ലാ ഇൻസ്ട്രുമെന്റും പാടാണ്. പക്ഷെ എനിക്കിപ്പം പേഴ്സണലി സൗണ്ടിങ് എനിക്കിഷ്ടം വീണയും സിത്താറും ആണ്. ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യം ചോദിച്ചാൽ എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പം ഈ ഗിത്താറിന് ഒരു ട്രോള് കണ്ടായിരുന്നോ? മീൻസ് ഒരു വീട്ടില് എല്ലാ വീട്ടിലും ഒരു ഗിത്താർ തൂക്കിയിട്ടുണ്ടാവും. ഓ മോന് നന്നായിട്ട് ഗിത്താർ വായിക്കല്ലേ, മോള് നന്നായി ഗിത്താർ വായിക്കല്ലേ എന്ന് ചോദിക്കും. അത് പ്രതീക്ഷയാണ് ഇത് വാങ്ങുന്നത്. പക്ഷേ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കണമെങ്കിൽ ഇപ്പൊ എനിക്കാണെങ്കിലും ഇടയ്ക്ക് ബ്രേക്ക് 2 years 3 year ബ്രേക്ക് ഒക്കെ വരും സിത്താറിനാണെങ്കിലും. പക്ഷെ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ അപ്പം തന്നെ തുടങ്ങും. എന്ന് വെച്ചാൽ ഞാൻ അതിന് വേണ്ടി അല്ലാണ്ട് വീട്ടിൽ ഇരിക്കുമ്പോൾ നിർത്തുന്ന പരിപാടി എനിക്കില്ല. ഇൻഫാക്ട് തുടങ്ങുന്ന സമയത്ത് പണ്ട് ഞാൻ സിത്താറുമായിട്ട് ലൊക്കേഷനിലൊക്കെ പോയിട്ട് ഹോട്ടലിൽ പ്രാക്ടീസ് ചെയ്യായിരുന്നു. അതെന്ന് വെച്ചാൽ അത് കൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്കത് പൊട്ടുമെന്ന് ഒത്തിരി ഡെലിക്കറ്റ് ആണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് പിന്നെ ഞാൻ അത് നിർത്താൻ തുടങ്ങി. എനിക്കത് പിന്നെ പഠിച്ച് തുടങ്ങിയ ആദ്യത്തെ 2-3 വർഷം ഞാൻ ഫുൾ ഡെഡിക്കേഷൻ ആയിരുന്നു. 8-9 മണിക്കൂറൊക്കെ ക്ലാസ്സിൽ എപ്പോഴും പോകും. അത്രയ്ക്ക് അതുകൊണ്ട് കുറച്ചുകൂടെ നമുക്കൊരു ഇത് വരും, കയ്യൊതുക്കം വരും. അപ്പം അതുകൊണ്ട് ഇപ്പോഴും നിർത്തിയിട്ട് എടുക്കുമ്പോഴും വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ വരും. പിന്നെ ഞാൻ അഗെയിൻ സിത്താറിസ്റ്റ് ആവണം എന്നൊന്നും വിചാരിച്ചിട്ടല്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അത് വലിയ ട്രാൻസ് പോലെ അതിങ്ങനെ ഇരിക്കാൻ ഇഷ്ടം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ മീൻസ് എന്തെങ്കിലും പ്ലാൻ ചെയ്യാറുണ്ടോ? മീൻസ് ഈ പറഞ്ഞ പോലെ ഇതിനൊക്കെ സമയം മാറ്റി വെക്കണമല്ലോ. പല സ്ഥലത്ത് പല ആളുകൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ, ഇങ്ങനെ നമുക്ക് പ്ലാനിങ് അനുസരിച്ച് നടക്കാറുണ്ടോ? അല്ലെങ്കിൽ നടക്കുന്നതനുസരിച്ച് പ്ലാൻ ചെയ്യലാണോ? സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കാറുണ്ട് പലതും. പിന്നെ ഈ പ്ലാനിങ് ഭയങ്കര കുറവുള്ള ആളാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്ലാൻ ചെയ്ത് ഫ്രണ്ട്സ് ട്രിപ്പ് പോകുന്നതും സ്ഥലം കാണാൻ പോകുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത് ഇങ്ങനെ ഇല്ലില്ല. പ്ലാൻ ചെയ്ത് ഞാൻ എന്താ ഓർക്കുന്നറിയോ, ഞങ്ങൾക്കൊരു വാട്സാപ്പ് നീലക്കുറിഞ്ഞി ഇന്നും ഉണ്ടോ അങ്ങനെയാണ് ഗ്രൂപ്പിന്റെ പേര്. അതിലുള്ള ആൾക്കാർ തന്നെ പരസ്പരം കണ്ടിട്ടില്ല 6-7 വർഷമായിട്ട് കണ്ടിട്ടുള്ളൂ. ഞങ്ങളെല്ലാരും കൂടെ എന്നാണെന്തോ എത്രയോ വർഷം കൂടുമ്പോൾ നീലക്കുറിഞ്ഞി പൂക്കുന്ന 2018-19 വന്നില്ലേ, അപ്പൊ അതൊരു മെസ്സേജ് വരും. അല്ല അങ്ങനെയല്ല, ഒരു
പർട്ടിക്കുലർലി പൂത്ത ഒരു വർഷം അപ്പോഴാണ് അത് തുടങ്ങിയത്. ഈ വർഷം പോകാൻ പറഞ്ഞിട്ട് ഇന്നേ വരെ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല, പോയിട്ടില്ല, ആരുമില്ല. ഞങ്ങളെല്ലാം ഗ്രൂപ്പിലുണ്ട്. അതിലുണ്ടായിരുന്ന ആളുകൾ പ്രസവിച്ച് കുട്ടികളായി പല കാര്യങ്ങളും സംഭവിച്ചു. പക്ഷെ ഇപ്പോഴും ആ ഗ്രൂപ്പിൽ ഇടയ്ക്കിടയ്ക്ക് ഈ വർഷം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണ് പ്ലാനിങ്. അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഓർത്തത്. ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരിക്കലും മരിക്കണ്ടെന്ന് തോന്നുന്നു. എനിക്കൊരു 1000 വയസ്സ് വരെയെങ്കിലും മിനിമം ജീവിക്കണം. അതിന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്നാണ് എൻ്റെ ആഗ്രഹം. ഇത് പഠിച്ച് തീർന്നതിന് ശേഷം അത് പഠിക്കാൻ ഫുൾ ടൈം പഠിക്കാൻ പറ്റുക, പിന്നെ അത് കഴിഞ്ഞിട്ടില്ല അത് പഠിക്കാൻ പറ്റുക. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എനിക്ക് സമയം ആകെപ്പാടെ ഇത്ര വർഷമല്ലേ ഉള്ളൂ. ഞാൻ എന്തൊക്കെ എടുക്കും. അതെ അതെ അതെ. പഠിക്കുന്ന കാര്യത്തിൽ എനിക്ക് കുറച്ച് അങ്ങനെയാണ്. എനിക്ക് അത് പഠിക്കണം, ഇത് പഠിക്കണം. അതൊരു തരം ഉറപ്പായിട്ടും നമ്മൾ ഒരു കാര്യം നല്ലപോലെ പഠിക്കാൻ പറ്റുന്നതാണ് നല്ലത്. പക്ഷെ എൻ്റെ ആഗ്രഹം വെച്ചാൽ ഈ 100 വർഷമൊക്കെ എന്തിനാ, അത് 100 വർഷം പോലും നമ്മൾ ജീവിക്കുന്നില്ല. ഒരു 1000 2000 വയസ്സുണ്ടായിരുന്നെങ്കിൽ കുറെ കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ പറ്റുമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 4-5 കാര്യമെങ്കിലും അല്ല വിശദമായിട്ട് പഠിക്കുന്നതാണ് അതിൽ ഏറ്റവും സന്തോഷം ഉള്ള കാര്യം. അതിന് ആ സമയം വേണമല്ലോ. അതുപോലെ ഈ നമ്മൾ നേരത്തെ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, സിസ്റ്റർഹുഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യുന്ന ഒരു സാധനം, അത് ഇൻഡസ്ട്രിയിൽ നിങ്ങൾ എന്ന് വെച്ചാൽ ഈ ഇൻഡസ്ട്രി മറ്റെന്തിനെ പോലെയും ഒരു പാട്രിയാർക്കലായ ഒരു സിസ്റ്റമാണ്, എല്ലാ സംവിധാനങ്ങളെയും പോലെ. അപ്പോൾ അവിടെ ഒരു സിസ്റ്റർഹുഡിൻ്റെ ആവശ്യമുണ്ടല്ലോ, നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്ന അങ്ങനൊരു ബന്ധം, അങ്ങനൊരു കാര്യം ഇൻഡസ്ട്രിയിലുണ്ടോ? മീൻസ് അങ്ങനെ എനിക്ക് ശരിക്കും എക്സാക്ട്ലി സിസ്റ്റർഹുഡ് എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പം ജിഷ്ണു എന്താ അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ഞാൻ. ഈ ഇൻഡസ്ട്രിയിലെ സ്ത്രീകൾ ഷെയർ ചെയ്യുന്ന ഒരു സ്പേസ് മീൻസ് അതൊരു ഓർഗനൈസ്ഡ് സ്പേസ് എന്നല്ല, നിങ്ങൾക്ക് പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, പരസ്പരം സപ്പോർട്ടീവ് ആവാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്പേസ് ഉണ്ടോ? ചിലപ്പോൾ 2 പേരോ 3 പേരോ ആയിരിക്കും ചിലപ്പോൾ. അങ്ങനെ ഒരു സ്പേസ് ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ. അങ്ങനെ ഒരു സ്പേസ് ഉണ്ട്, പക്ഷെ അതെനിക്ക് ഈ ഒരു സിനിമ ഇൻഡസ്ട്രി എന്ന് മാത്രം എടുത്ത് പറയാൻ തോന്നിയില്ല. ഇപ്പം ഞാൻ എൻ്റെ ഒരു ദിവ്യേക്കാളും ഞാൻ കുറച്ചുകൂടെ മുതിർന്നതായതുകൊണ്ട് എൻ്റെ ഒരു ഓർമ്മയിൽ പണ്ടത്തെ ഫിലിം ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് പോകുന്ന സമയത്ത് നമ്മൾ ആ സ്പേസിലാണ് ഇപ്പം കുറച്ച് നമ്മൾ ചിന്തിക്കുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ കണ്ടുമുട്ടുന്നത്. അല്ലാതെ നമ്മൾ ഒരു സോഷ്യൽ മീഡിയയുടെ ഇപ്പോഴത്തെ ഒരു രീതിയിൽ പെട്ടെന്ന് നമുക്ക് നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ഒരാളെ കണ്ടെത്താൻ അത്ര എളുപ്പമല്ല, ഫിസിക്കലി കണ്ടെത്താൻ എളുപ്പമല്ലല്ലോ. ചിലപ്പോൾ കോഴിക്കോട് ഒരാളുണ്ടാവും എന്നെ പോലെ ആലോചിക്കണ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് ഉണ്ടാവും. പക്ഷെ അവരെങ്ങനെ ഞാൻ കണ്ടുമുട്ടണം, ഏത് സ്ഥലത്താ, അതിനുള്ള ഒരു അവസരങ്ങളായിരുന്നു പലപ്പോഴും ഫിലിം ഫെസ്റ്റിവലോ അല്ലെങ്കിൽ ഒബ്വിയസ്ലി സിനിമ കാണുന്നൊരു സ്ഥലമാണ്. പക്ഷേ അതിനോടൊപ്പം സാംസ്കാരികമായിട്ടും സ്ത്രീകൾക്ക് അങ്ങനെ കണ്ടുമുട്ടാൻ, ആണുങ്ങൾക്കും എല്ലാവർക്കും, ഞാൻ അങ്ങനെ ഒരു ജെൻഡറായിട്ട് മാത്രം പറയുന്നില്ല, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ ചില വട്ടുകൾ ആലോചിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ സംസാരിക്കാൻ നമ്മുടെ എല്ലാവരുടെയും ഒരു അബ്സേർഡ് ആയിട്ടുള്ള ചിന്തിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഷെയർ ചെയ്യാവുന്ന ആരെങ്കിലും ഒരു സാധ്യതയെങ്കിലും ഉള്ളവരുണ്ടോയെന്നെങ്കിലും തിരയാൻ പറ്റുന്ന സ്ഥലങ്ങളായിരുന്നു പലപ്പോഴും. ഈവൻ നാടക ഫെസ്റ്റിവലുകളാണെങ്കിലും ശരി, സിനിമയുടെ ഫെസ്റ്റിവലാണെങ്കിലും ഒക്കെ എനിക്കൊരു ആർട്ടിൻ്റെ സ്ഥലത്താണ് അങ്ങനെ ഉണ്ടായിരുന്നത്. അതെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ അത്രയും സജീവമായിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇപ്പം ഞാനൊരാളുടെ കാണുമ്പോൾ ഇവർ ഭയങ്കര രസമുണ്ടല്ലോ, അത് ഞാനത് ഷെയർ ചെയ്യുന്നു. ഷെയർ ചെയ്യുക എന്ന് പറയുന്നതാണ്, ഞാനത് എൻ്റെ മറ്റു പലരുമായി പങ്കിടുന്നു. അപ്പോൾ അവർ എനിക്കും അവർ ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു കമറാദ്രി ആക്ടേഴ്സിൻ്റെ ഇടയിൽ നിന്നുള്ളോ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രി എന്നുള്ളതല്ല, പൊതുവേ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കണ്ടെത്താനുള്ളൊരു സഹായം ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയ മറ്റ് ഏത് സമയത്തിനേക്കാളും ഫാസ്റ്റായിട്ടും കൂടുതൽ നമ്പേഴ്സ് ഓഫ് ആൾക്കാർ, അത് കേരളം മാത്രമല്ല ഇന്ത്യക്ക് പുറമെ എവിടെയും, ചിലപ്പോൾ നോർത്ത് കൊറിയ ബാക്കിയുള്ള മറ്റ് പല സ്ഥലങ്ങളിലും നമുക്കത് കാണാനുള്ള ഒരു അവസരം മറ്റേത് സമയത്തിനേക്കാളും ഇപ്പോൾ ഉണ്ട്. അതുപോലെ അത് എങ്ങനെ ആയിരിക്കുന്നോ അതുപോലെ തന്നെ ഇപ്പം സിനിമ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുക, ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പരിചയമോ ആക്സസോ ഇല്ലാതിരുന്നിരുന്ന ഒരു സമയവും വേഴ്സസ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരാളുടെ വർക്ക് കാണുമ്പോൾ അത് എനിക്ക് നിങ്ങൾ ഭയങ്കര ചെയ്ത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊരു മെസ്സേജ് നമുക്ക് ആക്സസിബിൾ ആണ്. അവർ ചിലപ്പോൾ കാണാതിരിക്കും, എന്നാലും കാണാനും ഉള്ള സാധ്യതയാണ് കൂടുതൽ. ഇനി അവർ എനിക്ക് നമുക്ക് പരിചയമില്ലെങ്കിൽ നമുക്ക് എപ്പോഴും അങ്ങനെ. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഒരു സ്ഥലം ഉണ്ട്. അത് സിസ്റ്റർഹുഡ് സ്ത്രീകൾ തമ്മിലുണ്ട്, നടികൾ തമ്മിൽ അങ്ങോട്ട് ഇട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആത്മാർത്ഥമായിട്ട് വരണമെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് നമുക്ക് അത്രയും നമുക്കൊരു അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഇതുള്ളപ്പോഴാണ് എനിക്കതുള്ളത്. അല്ലെങ്കിൽ ജനറലി നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് ഇവർ നന്നായിട്ട് അഭിനയിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇനിയിപ്പോൾ അഭിനയം അല്ല ഇഷ്ടം എന്നുണ്ടെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർ സംസാരിക്കുന്ന രീതിയോ അല്ലെങ്കിൽ അവരുടെ ഒരു അഭിപ്രായ പ്രകടനത്തിൽ നമുക്ക് അവരോടൊരു ബഹുമാനം തോന്നും. അവർക്ക് അത്രയും ധൈര്യം ഉണ്ടല്ലോ ഇത് ഇങ്ങനെ ഇരുന്ന് പറയാൻ, അങ്ങനെയുള്ളൊരു ബഹുമാനം. അങ്ങനെ പല കാര്യങ്ങളുകൊണ്ട് നമുക്ക് ഈ നോ ഓഫ് ദം എന്നുള്ളത് തോന്നാം.
പക്ഷെ അത് എനിക്കൊരു ഉറച്ചു വരണമെങ്കിൽ എനിക്ക് ഒരുമിച്ച് വർക്ക് ചെയ്ത് അറിയുമ്പോഴാണ് എനിക്കത് കൂടുതൽ വരിക. അല്ലാതെ ദൂരെ നിന്നിട്ടുള്ള ഒരു ആരാധനയോ ഇഷ്ടമോ ആയിരിക്കാം. അത് പക്ഷെ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ചുരുങ്ങിക്കുന്ന ഒരു കാര്യമായിട്ടല്ല ഞാൻ അനുഭവിക്കുന്നത്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. എൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇപ്പം അത്യാവശ്യം നല്ലോണം സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളുകളാണ്. മീൻസ് എന്താണത് സ്ട്രഗിൾ മീൻസ് പ്രത്യേകിച്ച് മലയാള സിനിമയിൽ ഒരു ഫീമെയിൽ ലീഡ് ക്യാരക്ടർ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. മീൻസ് സിനിമയുടെ വ്യാപാരം അല്ലെങ്കിൽ ഈ പറഞ്ഞ കച്ചവടം എന്ന് പറയുന്നത് ഹീറോയെ ബേസ് ചെയ്തും അല്ലെങ്കിൽ ഈ പുരുഷ കഥാപാത്രത്തെ ബേസ് ചെയ്തും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എന്തുകൊണ്ട് അല്ല, പക്ഷെ ഒരു നയൻതാരേ ഉള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഒരു നയൻതാര ഉണ്ടല്ലോ. ഞാനൊക്കെ കുറച്ചുകൂടെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഒരു നയൻതാര ഉണ്ട്, അല്ലെങ്കിൽ സിൽക്ക് സ്മിത ഉണ്ടായിരുന്നു, മഞ്ജു വാര്യരുണ്ട്, അങ്ങനെ പല നടിമാർ, ഉർവശി ഒരു തരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കണേ. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒബ്വിയസ്ലി അതിൻ്റെ ഒരു പ്രപ്പോർഷൻ ഒന്നും ഈക്വൽ ടു മെയിൽ ജെൻഡറുമായിട്ട് ഈക്വൽ ആയിട്ടൊന്നുമില്ല, പക്ഷെ ഉണ്ട്. അപ്പോൾ അല്ല, ഞാൻ ചോദിച്ചെന്ന് വെച്ചാൽ ഈ ചില അൺസർട്ടനിറ്റീസ് ഉണ്ടാവുമല്ലോ, ഭയങ്കര അനിശ്ചിതത്വം ഉണ്ടാവുന്ന പോയിന്റുകളുണ്ടാവും. ഇതിൽ നിങ്ങൾ ഈ പറഞ്ഞ ഒരു കണക്ഷനിലൂടെയോ അല്ലെങ്കിൽ അതെങ്ങനെയാ ഓവർകം ചെയ്യുന്നതെന്നുള്ളായിരുന്നു എൻ്റെ ഒരു അതിന് ഈ പറഞ്ഞ സിസ്റ്റർഹുഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? എന്താ അതിന്റെ ഒരു സാധനം? എങ്ങനെയൊരു ഫ്രണ്ട്ഷിപ്പ് എന്തായാലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ അത് നമുക്ക് ഷെയർ ചെയ്യണമല്ലോ, എല്ലാം ഷെയർ ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആശ്വാസമുണ്ട്. അപ്പം അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഫിനാൻഷ്യൽ സൈഡ് ഉറപ്പായിട്ടും നമ്മളെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്തായാലും നമുക്ക് കണ്ടിന്യൂസ്ലിയോ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒരു അധികം ഗ്യാപ്പ് ഇല്ലാണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ അത് നമുക്ക് ആ ഒരു അൺസർട്ടനിറ്റി ഒക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന്റെ ഭാഗമാണെന്ന് തോന്നുന്നുണ്ട് ഉറപ്പായിട്ടും അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അണ്ടിൽ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടൊരു കാര്യം ഉണ്ടാക്കുന്നിടത്തോളം ഇതിന്റെ ആരെങ്കിലും എഴുതി നമ്മളെ അതിനകത്തോട്ട് പ്ലേസ് ചെയ്യണം. ഒരു കോൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയാണ് നമ്മളൊരു വെയിറ്റിംഗ് എന്നൊക്കെ പറയുന്ന പോലെ. അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് സിനിമ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ ചിലപ്പം ഈ അൺസർട്ടനിറ്റി ഇല്ലാണ്ടാവുമായിരിക്കും. പുറത്തെങ്ങാണ് എന്തെങ്കിലും ഒരു സിറ്റിസൺഷിപ്പ് കിട്ടുമായിരിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മൾ സുഹൃത്തുക്കൾ തന്നെ സംസാരിക്കുന്നു. അങ്ങനെ ഇതെല്ലാം ഈ ഒരു ബാലൻസ് ഇല്ലായ്മയുടെ ഭാഗമായിട്ട് വന്നു വരുന്നതന്നെ. ഫാസിസം എന്ന് പറയുന്നത് ഒരു സൈക്ലിക്കലായിട്ട് ജനതകളെ വന്ന് മൂടുന്ന പോലെ വരുമോ? നമ്മൾ എത്ര ചെറുത്ത് നിന്ന് മുമ്പോട്ട് വരാനായിട്ട് ജനാധിപത്യം അല്ലെങ്കിൽ മറ്റെന്ത് ആലോചിക്കുമ്പോഴും ഒരു സൈക്ലിക്കലായിട്ട് എല്ലാ സ്ഥലങ്ങളിലും അത് വന്നു ചേരും. അപ്പോൾ എന്നിട്ട് അത് ഉയർന്നു വരും, അതിനെ ചെറുത്ത് നിൽക്കുന്ന ആൾക്കാർ വരും, എന്നിട്ട് മറ്റേ സൈക്കിൾ വീണ്ടും വരും, എന്നിട്ട് ആ സൈക്കിൾ എപ്പോഴോ അത് ഇല്ലാണ്ട് ചെറിയ സൈക്കിളായി മാറി ഇല്ലാതാവുമായിരിക്കും.